ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് എഗ്ഗ് റോളാണ്. അതിനായിട്ട് ഞാനൊരു ചോപ്പറിലേക്ക് ഒരു കഷ്ണം ടൊമാറ്റോയും ഒരു കഷ്ണം ക്യാരറ്റും ഒരു കഷ്ണം സവാളയും ചേർത്ത് കൊടുക്കുകയാണ്. എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. രണ്ട് എഗ്ഗ് റോളാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനു വേണ്ടി 2 മുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് എഗ്ഗ് റോളിന് ആവശ്യമുള്ള ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാം. തിന്നായിട്ട് റെഡിയാക്കിയെടുക്കാം. ഒരു സൈഡ് അധികം അങ്ങ് വെന്ത് പോകണ്ട. ഈ ഒരു പരുവത്തിന് ഒരു സൈഡ് മതി. മറ്റേ സൈഡും കൂടെ വേവിച്ചിട്ട് തയ്യാറാക്കിയെടുക്കണം. ഇനി ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് എഗ്ഗ് റോള് തയ്യാറാക്കാനായിട്ടാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന എഗ്ഗ് മിക്സ് പകുതി ചേർത്ത് കൊടുക്കാം. ഒരു എഗ്ഗ് റോളിന് ആവശ്യമുള്ള മിക്സ് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ചപ്പാത്തി വൺ സൈഡ് അധികം വേകാത്ത വശം മുകൾ വശമായിട്ട് വരണം. വെന്ത വശം എഗ്ഗിനോട് ചേർത്ത് വയ്ക്കുക. അപ്പോൾ എഗ്ഗ് ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് നമുക്കത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് സോസ് ചേർക്കാം. കുട്ടികൾക്കൊക്കെ ആവുമ്പോൾ കുറച്ച് സോസ് അധികം ചേർക്കുന്ന ഇഷ്ടമായിരിക്കും. സോസ് ചേർത്തതിന് ശേഷം നമുക്ക് ഇനി വേണ്ടത് ചീസാണ്. ഏത് ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ചീസ് സ്ലൈസാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ എഗ്ഗ് റോള് ഒരെണ്ണം റെഡിയായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്തതും തയ്യാറാക്കിയെടുക്കാം. ചപ്പാത്തി വെച്ച് കൊടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ എഗ്ഗ് റോള് റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, സിമ്പിളാണ്, ഹെൽത്തി ആയിട്ടുള്ള എഗ്ഗ് റോള് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തു വിടണമെങ്കിൽ ഇതാ ഇതുപോലെ ബട്ടർ പേപ്പറിലൊന്ന് റാപ്പ് ചെയ്ത് കൊടുത്താൽ അവർക്ക് എന്തായാലും ഇഷ്ടമാകും. ഇത് നോക്കിക്കുക, അതിൻ്റെ ഉള്ളിൽ കണ്ടോ, വളരെ സോഫ്റ്റായിട്ട് വരും. നല്ല ടേസ്റ്റിയാണ്. ചീസും സോസും ഒക്കെ ചേർന്ന് വരുമ്പോൾ
അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും തയ്യാറാക്കി നോക്കൂ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.